മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ വീഡിയോകൾ ധാരാളമായി കേട്ടിട്ട് ഒട്ടനവധി കുട്ടികൾ പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊണ്ട് നിത്യേനെ നമ്മളെ സമീപിക്കുന്നു. അപ്പം ഈ പശ്ചാത്തലത്തിൽ പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് 1-2-3 വീഡിയോ ചെയ്തിരുന്നു. അത് തുടർച്ചയായ ഒരു വീഡിയോ ആണ് ഇപ്പോഴീ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ കുട്ടികൾ വീടിന് പുറത്തു പോയി സമപ്രായത്തിലുള്ളവരുമായിട്ടൊക്കെ നിരവധി വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അത് പന്ത് കളി അങ്ങനെയൊക്കെയുള്ള കളികളിൽ. അതുകൂടാതെ അന്ന് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഉള്ള ജോലികളായിരുന്നു കൂടുതലുള്ളത്. മിക്ക ആൾക്കാരും കൃഷിയിൽ ഏർപ്പെട്ടിരുന്നുകൊണ്ട് കറവ പശുക്കൾ, മുട്ടക്കോഴികൾ, ആട് വളർത്തൽ, എരുമ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുല്ല് പറിക്കാനും ഒക്കെ ഈ കുട്ടികൾ പോയിക്കൊണ്ട് അങ്ങനെ കുട്ടികൾക്ക് നല്ല വ്യായാമം കിട്ടിയിരുന്നു. ആ വ്യായാമത്തിലൂടെ മാനസികമായും ശാരീരികമായും ബൗദ്ധികമായ ഒരു അറിവും അവർ ആർജിച്ചിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങളുണ്ടായി. കാർഷിക വൃത്തി പുതിയ തലമുറ ഉപേക്ഷിച്ചു. പകരം മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ടപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും കുട്ടികൾ പോവാതെയായി. ഒപ്പം തൊട്ടടുത്ത സ്കൂളിൽ നിന്നും കുട്ടികളെ വിദൂരങ്ങളായ സ്ഥലങ്ങളിലുള്ള സ്കൂളിലേക്ക് ചേർത്തപ്പോൾ വളരെ നേരത്തെ തന്നെ സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യവും കുട്ടികൾക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് തൊട്ട അയൽവക്കത്തുള്ള കുട്ടികളുമായിട്ട് വേണ്ട രീതിയിൽ കളിക്കാനോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും സാധിക്കാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിക്കുക എന്നതിലുപരി മറ്റ് കാര്യങ്ങളിലൊന്നും ഏർപ്പെടാനുള്ള അവസരം കിട്ടുന്നില്ല. ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് അല്പം സംസാരിക്കാനോ ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ട് വ്യായാമം കിട്ടാനോ ഒന്നും തന്നെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നതൊരു സത്യം തന്നെയാണ്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് വ്യായാമം അനിവാര്യമായ ഘടകമാണ്, വളരെയധികം അനിവാര്യമായ ഘടകമാണ്. വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിക്കത്തുള്ളൂ. അങ്ങനെ രക്തക്കുഴലുകൾ വികസിച്ചെങ്കിൽ മാത്രമേ ശുദ്ധമായ ഓക്സിജനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ, ഒരാൾക്ക് കഴിയുള്ളൂ. അപ്പം ശുദ്ധമായ ഓക്സിജൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അശുദ്ധമായ വായു പുറത്തേക്ക് കളയുകയും ചെയ്യണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ജീവൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ശുദ്ധവായുവിനെ സ്വീകരിക്കുകയും അശുദ്ധവായുവിനെ പുറത്തു കളയുകയും ചെയ്യുക. അങ്ങനെ പൂർണ്ണമായ ആ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നടക്കാതിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ആരോഗ്യത്തിന്, അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ നിലനിൽപ്പിന് പ്രാരംഭ നാശം ഉണ്ടായി എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ മറ്റൊന്ന്, ഈ ജോലി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരം വിയർക്കാറുള്ളൂ. അപ്പം വിയർപ്പ് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ പുറത്തു പോകേണ്ട ഒരു പദാർത്ഥമാണ്. അപ്പം ഈ രോമകൂപങ്ങളിലൂടെ വിയർപ്പ് പുറത്തു പോയില്ലെങ്കിൽ നമ്മുടെ ആ വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനം ഇല്ലാതാവുകയും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ത്വക്കിനുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വിശപ്പുണ്ടാകത്തുള്ളൂ. കാരണം നല്ല വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി വിശപ്പ് തോന്നാത്ത അവസ്ഥയിൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകത്തില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ അത് കുട്ടികൾ വ്യായാമം ചെയ്യുമ്പോഴെല്ലാം മുതിർന്നവർ കൃഷിപ്പണികളിൽ മറ്റും ഏർപ്പെടുമ്പോൾ നല്ല വിശപ്പുണ്ടാവുകയും തൽഫലമായി ഭക്ഷണം കഴിക്കാനും കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടാവാനും കഴിയുന്നു. അപ്പോൾ രുചി ഉണ്ടാകുന്നതോടുകൂടി ആ ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാകുന്നു. അപ്പം വ്യായാമത്തിൻ്റെ ഫലമായിട്ട് രുചികരമായ കഴിക്കുന്ന ഭക്ഷണത്തിന് സ്വാദുണ്ടാകുന്നു. നല്ല ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്. അങ്ങനെ ദഹന പ്രക്രിയ നടക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യമുള്ള പോഷകാംശങ്ങൾ ശരീരത്തിൽ സ്വീകരിച്ചതിന് ശേഷം ബാക്കിയുള്ളവ തിരസ്കരിക്കപ്പെടുന്ന പ്രവർത്തനവും വളരെ എളുപ്പത്തിൽ നടക്കുന്നു. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ള ഒരു മനസ്സും ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യത ഈ കുട്ടി ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങളെ കൂടി ഒപ്പം തൻ്റെ വീട്ടിലുള്ളവരെയും തൻ്റെ മാതാപിതാക്കളെയും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യത കൂടി ആ കുട്ടി അറിയാതെ തന്നെ ഏറ്റെടുക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ കുട്ടികളുടെ മാനസിക നില വളരെ സംതൃപ്തകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം
മറ്റ് ചിന്തയിലേക്ക് ഈ കുട്ടിയുടെ മനസ്സ് പോകുന്നില്ല. ഒരു കുട്ടികൾ ചെയ്യുന്നത് ഹ്രസ്വകാല വിളയുണ്ട്, അതുപോലെ ദീർഘകാല വിളവുണ്ട്. ഇപ്പോൾ ദീർഘകാല വിളകളെന്ന് പറയുന്നത് ഈ കറിവേപ്പില, കുറ്റിക്കുരുമുളക്, ഇതൊക്കെ ദീർഘകാലമായി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പിന്നെ കറ്റാർ വാഴ ഇതൊക്കെ. എന്നാൽ ഈ പാവൽ, പയർ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സംഗതി ഹ്രസ്വകാല വിളകളാണ്. അപ്പോൾ ഇതിൽ കുഞ്ഞ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന ആ പോഷക മൂല്യമേറിയ ആ പിന്നെ ഭക്ഷ്യ വസ്തുക്കൾ, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ആ വീട്ടിൽ ലാഭകരമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും തൻ്റെ കൂടി കഴിവ് പ്രയോജനപ്പെടുത്തി ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഒരു ബോധം ഉണ്ടാവുകയും ഭാവിയിൽ തൻ്റെ കഴിവ് വീട്ടിൽ ആവശ്യമാണെന്നും അങ്ങനെ ആ കഴിവിലൂടെ ലഭ്യമാകുന്ന ആ വിഭവങ്ങൾ, അത് വരുമാനമായാലും എന്തുമായാലും ആ കുടുംബത്തിൽ ലഭിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള ഒരു അറിവ്, ഒരു തിരിച്ചറിവ് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ തലമുറയിൽ കാണാനാവാത്ത ഒരു കാര്യമാണ്. സ്വന്തം മാതാപിതാക്കളോട് പോലും ഒരു കൂറില്ലാതെ, സ്വന്തം മാതാപിതാക്കളോടും ബാധ്യതയില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് കണ്ടുവരുന്നത്. അതിന് ഒരു പരിഹാരം നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് നല്ലൊരു മാർഗം പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ കുഞ്ഞു നാൾ മുതൽ തന്നെ ആ കുട്ടിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൃഷിയിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്നുണ്ടേ ഈ കുട്ടിക്ക് നല്ല വ്യായാമം കിട്ടുന്നു, ഒപ്പം നല്ല വിശപ്പ് അനുഭവപ്പെടുന്നു, അതുപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, അങ്ങനെ ദഹനപ്രക്രിയ പൂർണ്ണമാകുന്നു, ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാവുന്നതോടെ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നടത്തി കൊണ്ടുവരുന്നതിനും ഒപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള ചില ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെ അതിലൂടെ കുഞ്ഞിൻ്റെ പ്രയത്നഫലമായിട്ട് അത്രയും ഭക്ഷണം, അത്രയും ഉൽപ്പന്നങ്ങൾ, സ്വാദിഷ്ടമായ ഉൽപ്പന്നങ്ങൾ, വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും ഒരുപക്ഷെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്ത് ന്യായമായ വിലയ്ക്ക് കൊടുത്ത് പൈസ വാങ്ങിച്ച് അത് ഒരു സമ്പാദ്യത്തിലേക്ക് മാറ്റി സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുവാനും കുട്ടികൾക്ക് കഴിയുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഇപ്പം പല രക്ഷകർത്താക്കളും എന്നോട് ചോദിക്കുന്നത്, ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അത് ട്യൂഷനുമൊക്കെ പോകുന്നു, ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നാൽ സമയമില്ല, രാവിലെ 7 മണി മുതൽ ട്യൂഷൻ, അത് കഴിഞ്ഞ് വൈകിട്ട് രാത്രി വരെ ട്യൂഷൻ. അപ്പം അത് ഗുണമോ ദോഷമോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ദോഷം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും ഇലറിഞ്ഞു ബ്ലോഗ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ശേഖരിക്കാനും അത് മറ്റുള്ളവർക്ക് കൈമാറാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാദരം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.